ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നാളെ നമ്മുടെ 9ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മലയാളം സെക്കൻഡിലെ പരീക്ഷയ്ക്ക് 16 മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് പഠിച്ചാൽ നോക്കി വെച്ചോ. നിങ്ങൾക്ക് നാളെ എക്സാം ഹാളിൽ പോകുമ്പോൾ ഈ എക്സാമിന് ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് 16 മാർക്ക് പുഷ്പം പോലെ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് പോകാം. ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക. ഇല്ലേ, ശാന്തിനികേതനം എന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാട് നടത്തിയ യാത്രാ വിവരണത്തിലെ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ബംഗാളിലെ കാഴ്ച കണ്ടപ്പോൾ തൻ്റെ സ്വന്തം നാടിനെ എസ് കെ പൊറ്റക്കാടിന് ഓർമ്മ വരാനിടയായ സാഹചര്യം? എന്താണ് ചോദ്യം? എന്താണ് മക്കളെ? പ്രകൃതി ഭംഗിയല്ലേ? അതെ, ബംഗാളിലെ സുന്ദരമായ പ്രകൃതി ഭംഗിയാണ് എസ് കെ പൊറ്റക്കാടിന് തൻ്റെ സ്വന്തം നാടായ കേരളത്തെ ഓർമ്മ വന്നത്. എന്തൊക്കെയാണ് ആ കാഴ്ചകൾ? അങ്ങിങ്ങായി കാണാവുന്ന തെങ്ങുകൾ, അല്ലേ, തെങ്ങുകളുണ്ട്, താളവൃക്ഷങ്ങൾ, തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, ആലിൻ ചുവടുകൾ, ആൽത്തറകൾ, മുളങ്കൂട്ടങ്ങൾ, അല്ലെ, ആൽത്തറകൾ. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം. ആ പാട്ടൊക്കെ മനസ്സിൽ പഠിച്ചു വെക്കുക. ആൽത്തറകൾ, മുളങ്കൂട്ടങ്ങൾ, തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, പച്ചക്കറിത്തോട്ടങ്ങൾ, ആമ്പൽക്കുളങ്ങൾ, പച്ചക്കറി നിരത്തുകൾ, ഇതൊക്കെ കാണുമ്പോൾ തൻ്റെ മലയാള നാടിനെ, കേരളത്തെ ആർക്കോർമ്മ വരുന്നു? എസ് കെ പൊറ്റക്കാടിന് ഓർമ്മ വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അനുസ്മരിക്കുകയല്ല, മറിച്ച് കേരളത്തെ അനുഭവിക്കുക തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. നഗരജീവിതത്തിൻ്റെ അരാജകത്വം എടുത്തു കാണിക്കാൻ അദ്ദേഹം എടുത്തു കാണിച്ച ഗരഗരാരവം, അല്ലേ, നഗരജീവിതത്തിൻ്റെ അനാസ്ഥ എവിടെയില്ല? ഈ ഗ്രാമീണമായ ബംഗാളിലില്ല. അതുകൊണ്ടാണ് ഈ ബംഗാളിലെ കാഴ്ച കണ്ടപ്പോൾ, പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടപ്പോൾ എസ് കെ പൊറ്റക്കാടിന് കേരളമായി തോന്നിയത്. അതുകൊണ്ടാണ് പാടശേഖരങ്ങളും ഇടവഴികളും കൊണ്ട് സമ്പന്നമാണല്ലോ കേരളം. ഗ്രാമീണതയുടെ മുഖമുദ്രകൾ പാടെ തിളങ്ങി നിൽക്കുന്നതായി ഈ വരികൾ പറയുന്നു. ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭംഗി ബംഗാളിൽ കൊണ്ടാണ് എസ് കെ പൊറ്റക്കാടിന് കേരളമായി അവിടെ തോന്നിയതെന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്മാരകം എന്ന് പറയുന്ന കവിത, അല്ലേ, സ്മാരകം ആരുടെ? നമ്മുടെ വീരാൻകുട്ടി മാഷുടെ സ്മാരകം എന്ന് പറയുന്ന കവിതയുടെ വരികളാണ്. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. എന്തുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ഒരു വിനീതമായ ശ്രമമായി കാണണമെന്ന് വീരാൻകുട്ടി മാഷ് പറയുന്നത്? നമുക്കറിയാം എന്താണ് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ മനോഹരമായ ഒരു ശ്രമമായി കാണണം. കാരണം എന്താണ്? അത്രമേൽ ലളിതമായി ആവിഷ്കരിക്കുന്ന യാത്രയാണല്ലോ അത്. കണ്ണില്ല, മൂക്കില്ല, ചിറകില്ല, ആകാശം പോലും സ്വന്തമില്ല, ദേശാന്തരങ്ങളില്ല, ചിറകുകളില്ല, എന്നിട്ടും അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മടിയിൽ വെച്ച പോലെ അപ്പൂപ്പൻ താടി വിത്തിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്നു. നാളെ ആ വിത്ത് പൊട്ടി വലിയ മരമാകുമെന്ന് അപ്പൂപ്പൻ താടിക്ക് അറിയാം. ആ അപ്പൂപ്പൻ താടിയുടെ സസൂക്ഷ്മമുള്ള യാത്രയായതുകൊണ്ടാണ് അപ്പൂപ്പൻ താടി പറക്കത്തെ ഒരു എന്താണ് ലളിതമായ അല്ലെങ്കിൽ ധീരമായ ഒരു യാത്രയാണെന്ന് കവി പറഞ്ഞത്. ചിറകുകളില്ലാതിരുന്നിട്ടും, സ്വന്തമായി പറക്കാൻ ഇടമില്ലാതിരുന്നിട്ടും, ദേശാന്തരങ്ങൾ താണ്ടാൻ കഴിയാതിരുന്നിട്ടും അത് പറക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ചിറകില്ലാതെ, കാഴ്ചയില്ലാതെ, ദേശാന്തരങ്ങളില്ലാതെ, ആകാശമില്ലാതെ അപ്പൂപ്പൻ താടി ഒറ്റക്ക് വഴിവെട്ടി വന്നവനാ എന്ന് പറയുന്നത് പോലെ പറന്നു പോകുന്നു. അതിൻ്റെ യാത്രയുടെ മനോഹാരിതയെ, ആ വിപ്ലവകരമായ യാത്രയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വരി കൊണ്ടുവന്നത്. ഏതുപോലെയാണ്? ഒരമ്മ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെ കാക്കുന്നു എന്ന പോലെ വിത്തിനെ അത്രമാത്രം കരുതലോടെ കാത്തുകൊണ്ട് പറക്കുകയാണ് അപ്പൂപ്പൻ താടി. അമ്മ കുഞ്ഞിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് പോലെ നാളെ വലിയ മരമാകുമെന്നുറപ്പുള്ള ആ വിത്തിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന അപ്പൂപ്പൻ താടിയുടെ യാത്രയെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയാണ് കവി ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത്. അടുത്ത ചോദ്യം, ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യത എന്താണ് മക്കളെ? അർത്ഥസാധ്യത, അല്ലേ, അർത്ഥസാധ്യത. എന്തിൻ്റെ അർത്ഥസാധ്യത? സ്മാരകം എന്ന കവിതയിലെ അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ പറഞ്ഞ വരിയാണ്. എന്ത്? ധീരമെങ്കിലും അതിൻ്റെ എളിയ ശ്രമം. എന്താണ് അങ്ങനെ പറഞ്ഞത്? കവിതയുടെ തുടക്കത്തിൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ എളിയ ശ്രമം എന്നാണ് കവി പറഞ്ഞത്, എളിയ പറക്കൽ. എന്നാൽ കവിതയുടെ അവസാനത്തിൽ ധീരമായ പറക്കലായി എന്ന് പറയുന്നു. ചിറകുകളും ദേശാന്തരങ്ങളും ആകാശവും സ്വന്തമായി ഇല്ലാത്തവൻ്റെ പറക്കൽ വെറും ഒരു പറക്കലല്ല, അതൊരു പ്രയാണമാണ്, അല്ലേ? ഈ കയ്യും കാലില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്നില്ലേ? അവർ ചിത്രം വരക്കുന്നില്ലേ? ഡാൻസ് കളിക്കുന്നില്ലേ? വെള്ളത്തിൽ നീന്തുന്നില്ലേ? അവരൊക്കെ ഏതുപോലെയാണ്? അപ്പൂപ്പൻ താടി പോലെയാണ്, അല്ലേ? അപ്പൂപ്പൻ താടി വിത്തു പോലെയാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ ബുദ്ധിയാകുന്ന വിത്ത്. അതുകൊണ്ട് വലിയ മരമായി നമ്മൾ വളരണം, ജീവിതത്തിൽ ഉയരണമെന്ന് കവി പറയുന്നു. അതുകൊണ്ടാണ് കണ്ണും ചിറകും ആകാശവും ദേശവും ഒന്നുമില്ലാതെ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ധീരമാണെന്ന് കവി പറഞ്ഞത്.
ഒന്നുമില്ലാത്ത ആൾക്കാരെ ഒറ്റക്ക് വഴിവെത്തി വന്നവരുടെ പ്രതീകമായി അപ്പൂപ്പൻ താടി മാറുന്നു. ഭൂമിയിൽ ഏറ്റവും ചെറിയവനും സ്വന്തമായി ആകാശവും ചിറകുകൾ ഇല്ലാത്തവനും പറക്കാൻ സാധിക്കും എന്നുള്ള ഭൂമിയുടെ അടയാളമാണ് അപ്പൂപ്പൻ താടി അല്ലേ? വിജയിച്ചു വന്നവൻ്റെ അടയാളമാണ് അപ്പൂപ്പൻ താടി. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് കേട്ടുണ്ടോ? റൊണാൾഡോ അല്ലേ, ക്ലാസ് മുറിയിൽ വെച്ച് പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അടിച്ചു വിട്ട CR7 ലോകമറിയുന്ന ഫുട്ബോളറായി മാറി അപ്പൂപ്പൻ താടിയെ പോലെ അല്ലേ? ലയണൽ മെസ്സി ഇടംകാലിന് നീളം കുറവാണ്, അംഗവൈകല്യം ബാധിച്ച വ്യക്തിയാണെന്ന് കളിയാക്കൽ ഏറ്റുവാങ്ങിയ മെസ്സി ലോകമറിയുന്ന മെജീഷ്യൻ ഫുട്ബോളറായി മാറിയില്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ് തോറ്റ ചങ്ങായിയാ, പക്ഷേ ആ തോറ്റ സ്ഥലത്ത് നിന്നും അപ്പൂപ്പൻ താടി പറന്നു പോകാതെ പോലെ ഈ സച്ചിൻ പറന്നു പോകാതിരുന്നാൽ ലോകമറിയുന്ന ഗോഡ് ഓഫ് ക്രിക്കറ്റായി മാറുമോ? ഇല്ല. CR7, ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഇവർക്ക് അപ്പൂപ്പൻ താടി പോലെയാണ്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ധീരമായി പറന്നു വന്നവരാണ്. ഇപ്പോൾ നമ്മുടെ കഴിവിനെ ആശ്രയിച്ച് പറന്നു വരിക എന്നതിൻ്റെ ശ്രമത്തിനെയാണ് ധീരമായ പറക്കൽ എന്ന് കവി അപ്പൂപ്പൻ താടിയെ പറഞ്ഞത്. ഏറ്റവും എളിയവയുടെ പറക്കൽ ധീരമായ അടയാളപ്പെടുത്തലാണ്. വീണു പോകുന്നിടത്ത് ഒരു സ്മാരകം അവശേഷിപ്പിച്ച് തൻ്റെ പറക്കൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും എളിയവൻ ഒരു സ്മാരകമാകുകയാണ് ഈ കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ. ഓക്കെ, അടുത്ത ചോദ്യം. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? എന്താണ് മക്കളെ? മണിയനീച്ചയെ പോലെ ഭയം നജീബിൻ്റെ തലക്ക് ചുറ്റും ഇങ്ങനെ വരാൻ തുടങ്ങി, വലം വെച്ച് തുടങ്ങി. ഈ ഒരു സന്ദർഭം, ഈ ഒരു വാക്യം അർത്ഥമാക്കുന്നത് എന്താണ് മക്കളെ? അന്നേരം മുതൽ എന്തെന്നറിയാത്തൊരു ഭീതി മണിയനീച്ചയെ പോലെ വരുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഈ സാദൃശ്യ കൽപ്പന നടത്തിയത് അല്ലേ? വിദേശത്തേക്ക് തൻ്റെ ജീവിതം വലുതാകും അല്ലെങ്കിൽ തൻ്റെ ജീവിതം പുഷ്ടിപ്പെടുമെന്ന സ്വപ്നം കണ്ട് മലയാളിയായ നജീബ് ഗൾഫിലേക്ക് വരുന്നു. പക്ഷേ ആ കാട്ടറബിയുടെ കൂടെ പോകുമ്പോൾ നജീബ് മനസ്സിലാക്കുകയാണ് മരുഭൂമിയിൽ കിടന്നൊരു ജീവിതം അപകടത്തിലാകും. തനിക്ക് ജോലി തരില്ല, തിന്നാൻ ഭക്ഷണം തരില്ല, കുടിക്കാൻ വെള്ളം തരില്ല, തന്നെ പട്ടിണിക്കിടും. ഇതാ ഈ അറബിയോടൊപ്പം മരുഭൂമിയിൽ എൻ്റെ ജീവിതം അപകടത്തിലാകാൻ പോകുന്നു എന്ന നജീബിൻ്റെ ഭയത്തെ സൂചിപ്പിക്കാനാണ് മണിയനീച്ച എന്ന പദപ്രയോഗം കൊണ്ടുവന്നത്. നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് സാദൃശ്യ കൽപ്പന നടത്തിയത്. നജീബിൻ്റെ ഭയത്തെയാണ് ഇവിടെ പറയുന്നത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിൽ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അപ്പം മക്കളെ, നജീബിൻ്റെ ഉള്ളിലെ ഭയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഒരു സാധാരണക്കാരനായ നാട്ടുമ്പുറത്തുകാരൻ്റെ അസ്വസ്ഥതകളോട് ചേരുന്ന വാക്കുകളാണ് എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് മണിയനീച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയോ? മുത്തുമണികളെ, മണിയനീച്ച പറഞ്ഞാൽ നമ്മുടെ ഈ ചക്കപ്പഴവും പിന്നെ ഈ മാങ്ങയൊക്കെ പറമ്പിൽ ചീഞ്ഞ് കടന്ന് അതിന് ചുറ്റും ഒരു ഈച്ച ഇങ്ങനെ പാറിക്കളിക്കും. ചിലപ്പോൾ നമ്മൾ തലേൻ്റെ മുകളിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കളയും, ഇങ്ങനെ ആട്ടി കളയും. അതാണ് മണിയനീച്ച. ഈ മണിയനീച്ച വലം വെക്കുന്നത് പോലെ ഈ അറബിയോടൊപ്പമുള്ള ജീവിതം അപകടത്തിലാകുമോ എന്ന നജീബിൻ്റെ ഭയത്തെയാണ് ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പുന്നാര മക്കളെ, മുത്തുമണികളെ, നമ്മൾ മലയാളം സെക്കൻഡ് ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ, എക്സാമുകളിലേക്കും പോകുമ്പോൾ 16 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഈ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് 16 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഈ ചോദ്യങ്ങളൊന്ന് വായിച്ചു പോവുക. നാളെ എക്സാമുകളിൽ കണ്ട് നിങ്ങൾക്ക് ഉത്തരം സ്കോർ ചെയ്യാലോ. ഇതുമാത്രമല്ല, പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു പോകാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.